നമസ്കാരം. അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യയുടെയും ആകാശത്തെ കരുത്തിൻ്റെയും പ്രതീകമായി കരുതപ്പെട്ടിരുന്ന യുദ്ധവിമാനങ്ങളാണ് F-16 യുദ്ധവിമാനങ്ങൾ. ശത്രു രാജ്യങ്ങളുടെ റഡാറുകളെ വെട്ടിച്ച് അതിവേഗത്തിൽ ആക്രമണം നടത്താനുള്ള ഇതിൻ്റെ ശേഷി ലോകപ്രശസ്തമാണ്. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് സമ്മാനിച്ച അത്യാധുനിക F-16 യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ടു എന്ന റഷ്യയുടെ അവകാശവാദം ആഗോളതലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. യുക്രൈൻ്റെ വ്യോമ പ്രതിരോധത്തെ ശക്തിപ്പെടുത്താനായി അമേരിക്കയും യൂറോപ്യൻ സഖ്യകക്ഷികളും നൽകിയ ഈ അത്യാധുനിക വിമാനങ്ങൾ തങ്ങളുടെ മിസൈലുകൾക്ക് മുന്നിൽ വീഴുന്ന സാധാരണ വിമാനങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നാണ് റഷ്യൻ സൈന്യം അവകാശപ്പെടുന്നത്. യുദ്ധമുഖത്ത് യുക്രൈന് ഏറ്റവും അധികം പ്രതീക്ഷ നൽകിയിരുന്ന ആയുധങ്ങളിൽ ഒന്നായിരുന്നു F-16 എന്നത് കൊണ്ട് തന്നെ റഷ്യയുടെ ഈ സൈനിക മുന്നേറ്റം യുദ്ധത്തിൻ്റെ ഗതിയെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക സഹായത്തിൻ്റെ ഫലപ്രാപ്തിയെയും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു. റഷ്യയുടെ കരുത്തുറ്റ S-300 വ്യോമ പ്രതിരോധ സംവിധാനമാണ് യുക്രൈൻ്റെ F-16 വിമാനത്തെ തകർക്കുവാൻ ഉപയോഗിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. റഷ്യൻ സൈനിക കമാൻഡർ ഒരു ഔദ്യോഗിക അഭിമുഖത്തിൽ വ്യക്തമാക്കിയതിനനുസരിച്ച് വളരെ കൃത്യമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഈ ദൗത്യം റഷ്യ നടപ്പിലാക്കിയത്. വെറും 2 മിസൈലുകൾ മാത്രമാണ് ഈ വിമാനത്തെ തകർക്കുവാൻ വേണ്ടി വന്നത് തന്നെ. ആദ്യത്തെ മിസൈൽ വിമാനത്തിന് സാരമായ കേടുപാടുകൾ വരുത്തുകയും രണ്ടാമത്തെ മിസൈൽ വിമാനം പൂർണ്ണമായും തകരുന്നത് ഉറപ്പാക്കുകയും ചെയ്തു. ആധുനിക വിദ്യകൾ ഉപയോഗിച്ചാലും യുദ്ധകളത്തിൽ തങ്ങളുടെ പ്രതിരോധത്തെ മറികടക്കുവാൻ ഇത്തരം വിമാനങ്ങൾക്ക് കഴിയില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ റഷ്യ ലോകത്തിന് നൽകുന്നത്. 2024 ഓഗസ്റ്റ് മുതലാണ് യുക്രൈൻ തങ്ങളുടെ സൈന്യത്തിൻ്റെ ഭാഗമായി F-16 വിമാനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത 87 വിമാനങ്ങളിൽ 44 എണ്ണമാണ് ഇതിനകം കീവിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. റഷ്യയുടെ കണക്കുകൾ പ്രകാരം ഇതുവരെ 4 F-16 വിമാനങ്ങൾ യുദ്ധഭൂമിയിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇത് യുക്രൈൻ്റെ വ്യോമസേനയ്ക്കും അവരെ സഹായിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കും വലിയ തിരിച്ചടിയാണ്. റഷ്യയുടെ ഒരേഷ്നിക് ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രയോഗത്തിന് തൊട്ടു പിന്നാലെയാണ് വിമാനം വെടിവെച്ചിട്ട വാർത്തയും പുറത്തു വരുന്നത്. ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ആണവ മുനകൾ വഹിക്കുവാൻ പ്രാപ്തിയുള്ളവയാണ് എന്നതും യുദ്ധം കൂടുതൽ ഭീകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. പ്രധാനമായും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചാണ് റഷ്യ ഇപ്പോൾ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. ഇതിനായി ദീർഘദൂര ഡ്രോണുകളും കരയിൽ നിന്നും കടലിൽ നിന്നും കൊടുക്കാവുന്ന അത്യാധുനിക ആയുധങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. അത്യാധുനിക ആയുധങ്ങൾ നൽകുന്നതിലൂടെ യുക്രൈന് റഷ്യയെ പ്രതിരോധിക്കാനാകുമെന്ന് കരുതിയ പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾ പുനർവിചിന്തനം ചെയ്യേണ്ട അവസ്ഥയിലാണ്. വരും ദിവസങ്ങളിൽ ഇരുപക്ഷവും കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പുറത്തെടുക്കുമെന്ന ആശങ്ക ഇന്ന് അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. ഈ സൈനിക മുന്നേറ്റം കേവലം ഒരു വിമാനം തകർക്കപ്പെട്ടത് മാത്രമല്ല, മറിച്ച് വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം കൂടുതൽ സങ്കീർണമാകുന്നതിൻ്റെ ലക്ഷണമാണ്. മാത്രമല്ല, ഈ സംഭവം പാശ്ചാത്യ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യത്തിനും വലിയൊരു പാഠമാണ് നൽകുന്നത്. ആയുധങ്ങളുടെ ആധുനികതയേക്കാൾ ഉപരിയായി യുദ്ധകളത്തിലെ തന്ത്രങ്ങളും കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളുമാണ് വിജയത്തെ നിശ്ചയിക്കുന്നത് എന്ന് ഇത് തെളിയിക്കുന്നു. റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലുകളുടെയും S-400 പോലെയുള്ള സംവിധാനങ്ങളുടെയും മുന്നിൽ F-16 വിമാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇത് കേവലം ഒരു യുദ്ധവിമാനത്തിൻ്റെ തകർച്ചയല്ല, മറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കൻ ആയുധങ്ങളോടുള്ള വിശ്വാസതയിൽ വിള്ളലുണ്ടാക്കുന്ന ഒരു നീക്കം കൂടിയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.